നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് ബീഹാർ. 2 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. SIR ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുള്ളത്. വോട്ടറധികാർ യാത്രയുമായി ഇന്ത്യ സഖ്യവും സുജാവ് യാത്രയും അനവധി പ്രഖ്യാപനങ്ങളുമായി NDAയും കളം നിറഞ്ഞപ്പോൾ ബീഹാറിലെ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ആദ്യഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി മറ്റന്നാൾ അവസാനിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്താൻ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും സീറ്റ് വിഭജന ചർച്ചകൾ ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. 101 സീറ്റുകളിൽ മത്സരിക്കുന്ന JDUവിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ LJPയുടെ സീറ്റുകളായ സോൻബർസ, മോർവ, രാജ്ഗീർ സീറ്റുകളിലേക്കും JDU സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇത് സഖ്യത്തിനുള്ളിൽ തർക്കത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം സീറ്റ് വിഭജനം പൂർത്തിയാക്കി LJPക്ക് 29 സീറ്റുകൾ നൽകിയിരുന്നു. LJP ഈ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് JDUവിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇത്തവണ NDAയിൽ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ RLM മേധാവി ഉപേന്ദ്ര കുശ്വാഹ ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പല ഉറപ്പുകളും നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മഹാസഖ്യത്തിലും മറിച്ചല്ല അവസ്ഥ. RJD 135 സീറ്റുകളിലും കോൺഗ്രസ് 61 സീറ്റ്, ഇടത് പാർട്ടികൾ 29 മുതൽ 31 സീറ്റുകൾ വരെയും VIP 16 സീറ്റ് എന്നിങ്ങനെയാണ് ധാരണയിലെത്തിയത്. ഇടതു പാർട്ടികൾക്കുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ തീരുമാനമാകാത്തതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധിക്ക് കാരണം. CPIML കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം RJD നേതാവ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. രാഘോപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി മത്സരിക്കുന്നത്. മാതാപിതാക്കളായ ലാലു പ്രസാദ് യാദവും രാബ്രി ദേവിക്കും ഒപ്പമാണ് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. നിരവധി പാർട്ടി പ്രവർത്തകരും തേജസ്വിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും വോട്ടറധികാർ യാത്രയും രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണവും ബീഹാറിൽ ഗുണം ചെയ്യും എന്നുള്ള വിലയിരുത്തലിലാണ് മഹാസഖ്യമുള്ളത്. ഇനി ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ പൂർത്തിയായി ഒരു അന്തിമ രൂപം എപ്പോൾ വരും എന്ന് തന്നെയാണ് അറിയേണ്ടത്. വിശദമായ വിവരങ്ങൾ തൗഫീഖ് അസ്ലം നൽകും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മറ്റന്നാൾ സമാപിക്കാനിരിക്കെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള തിരക്കിലാണിപ്പോൾ. എന്നാൽ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കോൺഗ്രസിന്റെയും RJDയുടെയും എല്ലാം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ടെങ്കിൽ ഇടത് പാർട്ടികളുടെ സീറ്റുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ധാരണയാകാത്തത്. പ്രത്യേകിച്ച് CPIML ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ കൂടുതൽ സീറ്റുകൾ സഖ്യത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ചർച്ചകൾ ഇത്രയധികം നീളുകയും ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്താനായിട്ട് മഹാസഖ്യത്തിന് ഇതുവരെയും സാധിച്ചിട്ടുമില്ല. കോൺഗ്രസിന്റെയും RJDയുടെയും സീറ്റിലൊരു ധാരണയാവുകയും ഇന്ന് തേജസ്വി യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ RJDയുടെ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകും. അപ്പോഴും ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന സീറ്റ് എങ്ങനെ നൽകി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണും എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലും ഡൽഹിയിലുമെല്ലാം സമാനമായ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഔദ്യോഗികമായിട്ട് തന്നെ BJP പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ഷെയറും ഒരു പരസ്യമായി തന്നെ പ്രഖ്യാപിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് മഹാസഖ്യം കടക്കുന്നത്. അതിന് ചർച്ചകൾ വിചാരിച്ചതുപോലെ ഭംഗിയായി അവസാനിച്ചാൽ മാത്രമേ അത് പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം NDAയിലെ സീറ്റ് ഷെയറിംഗ് എല്ലാം കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കുകയും 101 സീറ്റുകളിൽ വീതം JDUവും അതോടൊപ്പം തന്നെ BJP മത്സരിക്കാനായിട്ട് ഒരു ധാരണയിലാവുകയും BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രഖ്യാപിച്ചു. ഇന്ന് വീണ്ടും രണ്ടാംഘട്ട പട്ടിക BJP 12 പേരെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ 83 സ്ഥാനാർത്ഥികളെയാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. JDU ഇന്ന് 57 പേരുടെ ഒരു ആദ്യഘട്ട പട്ടിക JDU ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ BJPയും JDUവും തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടക്കുന്നു. അതേസമയം മഹാസഖ്യം ഇപ്പോഴും ആ ചർച്ചകളിൽ തന്നെ തട്ടി നിൽക്കുകയാണ്. ചർച്ച പൂർത്തിയാക്കിക്കൊണ്ട് സീറ്റ് ഷെയർ പ്രഖ്യാപിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. നാളെയോടുകൂടി അതിലൊരു തീരുമാനം ഉണ്ടാവുകയും വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സജീവമാകും. നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് തേജസ്വി യാദവ് ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്.
സാധാരണ ഉണ്ടാകുന്ന ചില ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. അതല്ലാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വലിയ പ്രശ്നങ്ങളൊന്നും സഖ്യത്തിനകത്ത് ഇതുവരെ ഇല്ല എന്നുകൂടി തേജസ്വി യാദവ് പറയുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ എന്നുള്ളത്. ബീഹാർ പിടിക്കുക എന്നുള്ളത് മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപോലെ മഹാസഖ്യത്തിനും നിതീഷ് കുമാറിനും എൻ ഡി എക്കുമെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ എല്ലാവരും ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് ഇന്ന് വ്യക്തമാക്കിയിരുന്നു. പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പിൽ ജനസ്വരാജ് പാർട്ടിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജനസ്വരാജ് പാർട്ടി മത്സരിക്കുന്നുണ്ട്, എന്നാൽ താൻ മത്സര രംഗത്തുണ്ടാകില്ല എന്നാണ് പ്രശാന്ത് കിഷോർ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ചില പ്രവചനങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നോട് കഴിഞ്ഞ ദിവസമെല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എത്രയും വേഗം ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിക്കൊണ്ട് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എൻ ഡി എയിൽ ചില പൊട്ടിത്തെറികൾ ഈ സീറ്റ് ഷെയറിന് മുമ്പും ശേഷവും എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് RML ഉൾപ്പെടെ തങ്ങൾക്ക് കിട്ടിയ കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ളൊരു ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. RML മേധാവി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എൻ ഡി എയിൽ നിലവിലത്തെ സാഹചര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല പോകുന്നത്, അതുകൊണ്ട് ഡൽഹിയിലെത്തിയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിക്കുകയും അമിത്ഷാനെ കാണാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിലെത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയുടെ എന്താണ് ഫലം എന്താണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ സീറ്റുകൾ RLMന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നേതാക്കൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരുമെന്ന് കൂടി ഉപേന്ദ്ര കുശ്വാഹ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റന്നാൾ ആദ്യഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ആയതിനാൽ നാളെയോടുകൂടി തന്നെ ആദ്യഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിക്കാനുള്ള നടപടികൾ മുന്നണികളുടെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ടാകും. ശരി, തോഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. തോഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഉറ്റുനോക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. ഒന്നാമത്തേത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാണ്. നമുക്കറിയാം, അതിനെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതുമൊക്കെ. അപ്പോൾ SIRന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതൊരു പ്രധാന ഘടകമായി നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ബീഹാറിലെ വോട്ട് കൊള്ളയുമായി സംബന്ധിച്ച രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ. അതിനുശേഷം വോട്ടറധികാർ യാത്രയുമായി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരു വലിയ യാത്ര തന്നെ ബീഹാറിൽ നടത്തുകയുണ്ടായി. അതിന്റെ ജനപങ്കാളിത്തമൊക്കെ നമ്മൾ കണ്ടതാണ്. അത് NDAയെ ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ മഹാസഖ്യത്തിൽ ഈ സീറ്റ് വിഭജനത്തിലേക്ക് കടന്നപ്പോഴുള്ള ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ കൊണ്ടുവന്ന ആ ഒരു ഇമേജ് ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വീണുടയുകയാണോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ആദ്യഘട്ടത്തിലേക്കുള്ള ഈ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അപ്പോഴും ഒരു കൃത്യമായ സ്ഥാനാർത്ഥികളുടെ ചിത്രത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മഹാസഖ്യത്തെ സംബന്ധിച്ച് വലിയൊരു പോരായ്മ തന്നെയാണ്. അതവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ഈ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ വോട്ടധികാര യാത്രയായാലും ശരി, ഭരണവിരുദ്ധ വികാരമായാലും ശരി, എന്തൊക്കെ ഉണ്ടാകുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും അതിനൊക്കെ കോൺഗ്രസിനും മഹാസഖ്യത്തിനും എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കാത്തിരിക്കാം, തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ എന്താകും എന്ന് അറിയേണ്ടിയിരിക്കുന്നു. നാളെയോ മറ്റന്നാളോടുകൂടി തന്നെ കൃത്യമായൊരു സ്ഥാനാർത്ഥി ചിത്രം നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തോഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.